കേരള PSC ഡിഗ്രി ലെവൽ എക്സാംസിലെ മുൻ വർഷങ്ങളിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത് നോക്കുന്നത്. അപ്പം ഒട്ടും സമയം കളയണ്ട, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: A can complete a piece of work in 20 days and B can complete it in 30 days. They work together for 4 days, after which A leaves. How many days will B take to finish the remaining work? എന്നുള്ളതാണ് ചോദ്യം. സോ എയ്ക്ക് ഒരു ജോലി ചെയ്യാനായിട്ട് 20 ദിവസം വേണം അല്ലേ? സോ എയ്ക്ക് 20 ദിവസം വേണം, ബിക്ക് അതേ ജോലി ചെയ്യാനായിട്ട് 30 ദിവസം വേണം. അപ്പോൾ ഇവരുടെ ടൈം കിട്ടി. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും തന്നിരിക്കുന്ന സമയത്തിൻ്റെ LCM ആയിരിക്കും. അപ്പോൾ LCM ഓഫ് 20 ആൻഡ് 30 എത്ര കിട്ടും? നമുക്ക് 60 എന്ന് കിട്ടുന്നു. എഫിഷ്യൻസി, ടൈം ആൻഡ് വർക്കിൽ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? വർക്ക്, എഫിഷ്യൻസി, ടൈം. വർക്ക് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഇൻറ്റു ടൈം ആയിരിക്കും. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആയിരിക്കും. ടൈം എന്ന് പറഞ്ഞാൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആയിരിക്കും. അപ്പോൾ എയുടെ എഫിഷ്യൻസി എത്ര ആയിരിക്കും? 60 ഡിവൈഡഡ് ബൈ 20 3. ബിയുടെ എഫിഷ്യൻസി എത്ര ആയിരിക്കും? 60 ഡിവൈഡഡ് ബൈ 30 2. ഇവിടുത്തെ പ്രശ്നം എന്താ? ദേ വർക്ക്ഡ് ടുഗദർ ഫോർ 4 days. ഇവർ 4 ദിവസം ഒന്നിച്ച് ജോലി ചെയ്തു. അപ്പോൾ 4 ദിവസം കൊണ്ട് ഇവർ കംപ്ലീറ്റ് ചെയ്ത വർക്ക് എത്ര ആയിരിക്കും? കംപ്ലീറ്റഡ് വർക്ക് ഈസ് ഈക്വൽ ടു രണ്ടുപേരുടെയും കൂടെ എഫിഷ്യൻസി എത്ര? 3 + 2 5 എഫിഷ്യൻസി. എത്ര ദിവസം വർക്ക് ചെയ്തു? 4 ദിവസം വർക്ക് ചെയ്തു. എന്തുകൊണ്ടാണ് ഗുണിച്ചേ? ബിക്കോസ് എഫിഷ്യൻസി ഇൻറ്റു ടൈം ഈസ് ഈക്വൽ ടു വർക്ക്. അപ്പോൾ 20 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ബാലൻസ് എത്ര ഉണ്ട്? ബാലൻസ് വർക്ക് എത്ര? ആകെ 60 ആണ്. അതിൽ 20 ചെയ്തു. ഇനിയും ചെയ്യാൻ എത്ര ഉണ്ട്? 40 ഉണ്ട്. ഹൗ മെനി ഡേയ്സ് വിൽ ബി ടേക്ക് ടു ഫിനിഷ് ദ റിമൈനിങ് വർക്ക്? ആ ബാക്കി ജോലി ചെയ്യാൻ ബിക്ക് എത്ര സമയം വേണം എന്നുള്ളതാണ് ചോദ്യം. സോ ടൈം ഓഫ് ബി ടു കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക്. ടൈം എങ്ങനെ കണ്ടുപിടിക്കുക? വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. വർക്ക് എത്ര ചെയ്യാനുണ്ട്? 40. കയ്യിൽ എത്ര എഫിഷ്യൻസി ഉണ്ട്? ബിയുടെ എഫിഷ്യൻസി എത്ര? 2. 40/2 എത്ര ദിവസം വേണം? 20 ദിവസം വേണം. 20 days. 20 days. ഓക്കെ ആണോ? ശരിയാണോ? യെസ്, 20 ദിവസം. അടുത്ത ചോദ്യം നോക്കുക, രണ്ടാമത്തെ ചോദ്യം. എ പേഴ്സൺ സെൽസ് 2 articles for ₹1,200 each. On one he make a profit of 20% and the other he incurred a loss of 20%. ഈ ഒരു ചോദ്യം നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാം. ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. മക്കളെ, രണ്ടിനും 1200 രൂപ, അതായത് 2 സാധനം വിൽക്കുന്നു, രണ്ടിൻ്റെയും സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ആണ്. ഒരെണ്ണത്തിന് A% പ്രോഫിറ്റും ഒരെണ്ണത്തിൽ നിന്ന് A% ലോസും കിട്ടുവാണെങ്കിൽ അയാൾക്ക് മൊത്തത്തിൽ എന്ത് സംഭവിച്ചു? അയാളുടെ ഓവറോൾ പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് ചോദിച്ചാൽ എപ്പോഴും അത് A²/100 ലോസ് ആയിരിക്കും. ഇവിടെ A² എന്ന് പറഞ്ഞാൽ 20²/100. കാരണം 20% പ്രോഫിറ്റ് ഒരെണ്ണത്തിന് 20% ലോസുമാണ് സംഭവിക്കുന്നതെങ്കിൽ രണ്ടിൻ്റെയും സെല്ലിംഗ് പ്രൈസ് ആണ് ഈക്വൽ ആവേണ്ടത്. കോസ്റ്റ് പ്രൈസ് ഈക്വൽ ആയാൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടിൻ്റെയും സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ആണെങ്കിൽ എ പേഴ്സൺ സെൽസ് 2 articles for 1,200 each. ഒരെണ്ണത്തിൽ അയാൾക്ക് 20% ലാഭം, വേറൊരെണ്ണത്തിൽ 20% നഷ്ടം. 20%ന് പകരം A ആണെങ്കിൽ A²/100 ലോസ്. അപ്പോൾ ഇവിടെ 20² എന്ന് പറയുമ്പോൾ 400/100 എത്ര കിട്ടും? 4%. എപ്പോഴും അതെന്തായിരിക്കും? ലോസ് ആയിരിക്കും. സോ 4% ലോസ്. ആൻസർ ഓപ്ഷൻ ഡി. ശരിയാണോ? യെസ്. അപ്പോൾ എപ്പോഴും ഓർത്ത് വെച്ചോ, A% പ്രോഫിറ്റും A% ലോസും ഒരേ വിലയ്ക്ക് വിൽക്കുമ്പോൾ. സോ ഫൈനൽ ആൻസർ എന്തായിരിക്കും? A²/100 ലോസ് ആയിരിക്കും. ഓർത്ത് വെച്ചോണേ. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യം. An election between 2 candidates. The winning candidate got 60% of the total valid votes. ഓക്കെ, അപ്പോൾ അവിടുത്തെ ടോട്ടൽ വാലിഡ് എന്ന് വെച്ചാൽ സാധുവായ വോട്ട്, ടോട്ടൽ വാലിഡ് വോട്ട് എന്ന് പറയുന്നത് 100% ആണെങ്കിൽ അതിൽ ഒരുത്തൻ എത്ര കിട്ടി? 60% കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും വേറെ ആരും ഇല്ല അവിടെ, എല്ലാ വോട്ടും വാലിഡുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ആളിന് എത്ര കിട്ടും? 40%. സോ ഇത് ഫസ്റ്റ് പേഴ്സൺ, ഇത് സെക്കൻഡ് പേഴ്സൺ. സ്വാഭാവികമായിട്ടും ആര് ജയിക്കും? കൂടുതൽ വോട്ട് കിട്ടിയ ഇയാൾ ജയിക്കും. ഇനി എന്താ? ആൻഡ് വോൺ ബൈ എ മെജോറിറ്റി ഓഫ് 600 വോട്ട്. 600 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഈ 40%-ത്തേക്കാൾ ഈ 60% എത്ര കൂടുതലാണ്? 20% അല്ലേ? ഒരുത്തന് 40 വോട്ട് കിട്ടി, വേറൊരുത്തന് 60 വോട്ട് കിട്ടി. ആര് ജയിക്കും? കൂടുതൽ വോട്ടായ 60 വോട്ട് കിട്ടിയവൻ ആരാണോ അയാൾ ജയിക്കും. അയാൾ
ജയിക്കും. അപ്പോൾ ആര് ജയിച്ചു? 60. അപ്പോൾ എത്ര വോട്ടിനാണ് ജയിച്ചത്? ഒരുത്തന് 40, മറ്റവന് 60. എത്ര വോട്ടിന് ജയിച്ചു? 20 വോട്ടിന്. അപ്പോൾ ആ 20% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 600 ആയിരിക്കും അല്ലേ? അപ്പോൾ 1% എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 600 ഡിവൈഡഡ് ബൈ 20 എത്ര കിട്ടും? 30. നമുക്ക് വേണ്ട എത്ര? വാട്ട് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് വാലിഡ് വോട്ട്? അതിനെ നമ്മൾ 100 എടുത്തിരിക്കുന്നത്. അപ്പോൾ 100% എത്ര? 1% 30 ആകുമ്പോൾ 100% 30 × 100 3000. 30ൻ്റെ അപ്പുറത്ത് 2 0 3000. ശരിയാണോ? യെസ്, തീർച്ചയായും. അടുത്ത ചോദ്യം എന്താണ്? എ കാർ ട്രാവൽസ് ഫ്രം പോയിന്റ് പി ടു പോയിന്റ് ക്യൂ. എങ്ങനെയാണ് പോകുന്നത്? പി ടു ക്യൂ 40 km/h and Q to P 60 km/h. Okay. What is the average speed for the car for the entire journey? മക്കളെ, നിങ്ങളോട് ആരെങ്കിലും വന്നിട്ട് ആവറേജ് സ്പീഡ് എന്തുവാകുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്നേ പറയാവൂ. ആകെ സഞ്ചരിച്ച ദൂരത്തെ ആകെ സഞ്ചരിക്കാൻ എടുത്ത സമയം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് ശരാശരി വേഗത അല്ലെങ്കിൽ ആവറേജ് സ്പീഡ്. പക്ഷേ ഈ ഒരു കേസ് ഒരു സ്പെഷ്യൽ കേസാണ്. കാരണം എന്താ? ഇവിടെ പി മുതൽ ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ തിരിച്ച് ക്യൂ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. 2 ഈക്വൽ ഡിസ്റ്റൻസിന് 2 ഡിഫറൻറ്റ് സ്പീഡ് എക്സും വൈയും എടുക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞേ? അങ്ങോട്ട് പോകുന്ന ദൂരം ഇങ്ങോട്ട് വരുന്ന ദൂരം, അല്ലെങ്കിൽ 2 ഈക്വൽ ഡിസ്റ്റൻസ് 2 ഡിഫറൻറ്റ് സ്പീഡ് എടുക്കുകയാണെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 2xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെ ചെയ്യാം? 2 × 40 × 60 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? 40 + 60 100. അപ്പോൾ ഈ 0 എല്ലാം വെട്ടിപ്പോയിട്ട് 6 × 4 24 × 2 48 km/h എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ സി ശരിയാണോ? അല്ലാതെ അവിടെ പോകാൻ. ശരി. അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണെന്ന് ഓർത്തിരിക്കുക. അതിന് അത് വെച്ച് ചെയ്യാവുന്ന ഒരു ഷോർട്ട് കട്ടാണ്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കേസാണ്. ഈക്വൽ 2 ഡിസ്റ്റൻസും ഡിഫറെൻറ്റ് 2 സ്പീഡ്സും ആണെങ്കിൽ ആവറേജ് സ്പീഡ് എന്തായിരിക്കും? 2xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം. ഇൻ എ 40 liter ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ദ റേഷ്യോ ഓഫ് മിൽക്ക് ടു വാട്ടർ ഇസ് 3:1. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്രയുണ്ട്? 40 ലിറ്റർ ഉണ്ട്. എന്തൊക്കെയുണ്ട്? പാലും ഉണ്ട്, വെള്ളമുണ്ട്. ഏത് റേഷ്യോ? 3:1. ഏത് പൊട്ടക്കണ്ണനും പറയത്തില്ല ഇത് 30ഉം 10ഉം ആയിരിക്കുമെന്ന്. അതെ, 40. വേണമെങ്കിൽ നമുക്ക് 40 × 3/4 40 × 1/4 എന്നൊക്കെ എഴുതാം. 30ഉം 10ഉം. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ മസ്റ്റ് ബി ആഡഡ് സോ ദാറ്റ് ദ റേഷ്യോ ഓഫ് മിൽക്ക് ടു വാട്ടർ ബിക്കംസ് 1:1. നമ്മൾ എന്ത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ? വാട്ടർ മാത്രം. മിൽക്ക് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. 1:1 ആവണം എന്ന് പറയുമ്പോൾ പാലും വെള്ളവും തുല്യം ആവണമെന്നല്ലേ? അതായത് ഈ 30 എന്ന് വരണം. അപ്പോൾ 1:1 ആയി അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് വല്ലതും ഒഴിക്കണോ? പാല് വല്ലതും ഒഴിക്കണോ? വേണ്ട. 1:1 ആകണമെന്ന് പറയുമ്പോൾ പാലും വെള്ളവും ഈക്വൽ ആവണം. പാൽ ഓൾറെഡി 30 ഉണ്ട്, കുറവുള്ള എന്തുവാ? വെള്ളം. അപ്പോൾ വെള്ളം എത്ര ഒഴിക്കണം? വെള്ളം 10 ഉള്ളൂ. 30 ആവണമെങ്കിൽ എത്ര ഒഴിക്കണം? 20 ലിറ്റർ. അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. ആൻസർ എത്ര? 20 ലിറ്റേഴ്സ്. ശരിയാണോ? അല്ലാതെ ഇവിടെ പോകാൻ. വെരി സിമ്പിൾ. വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സും വൈയും ഒക്കെ എടുത്ത് വൃത്തികേടാക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് കിട്ടും. മക്കളെ, ഇത്രയേ ഉള്ളൂ. ഇപ്പം 30:10 എന്ന് പറഞ്ഞ റേഷ്യോ ഇല്ല. അത് 30 ലിറ്റർ പാലും 10 ലിറ്റർ വെള്ളവും അവിടെ ഉണ്ട്. ആണോ? അതെ. അതിലേക്ക് എത്ര ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചാൽ ഈക്വൽ ആവും എന്ന് വെച്ചാൽ 1:1 എന്ന് പറഞ്ഞാൽ പാലും വെള്ളവും ഈക്വൽ ആവണം. ആദ്യം പാൽ എത്ര ഉണ്ടോ വെള്ളം അത്രയും വേണം. അപ്പോൾ വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ, പാല് ഒഴിക്കുന്നില്ല. അപ്പോൾ പാലിൻ്റെ അളവ് 30 തന്നെ നിൽക്കണം. അപ്പോൾ വെള്ളവും 30 ആവണം. വെള്ളം ഇപ്പോൾ 10 വെള്ളം ഇപ്പോൾ 10 ഉള്ളൂ. അപ്പോൾ നമ്മൾ എത്രയും കൂടെ ഒഴിക്കണം? 20 കൂടെ ഒഴിക്കണം. വെരി സിമ്പിൾ. യെസ്. അപ്പോൾ ആൻസർ 20 എന്ന് കിട്ടി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. 5 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഒന്നുകൂടെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. വളരെ എളുപ്പം ചെയ്യാവുന്ന ചോദ്യങ്ങളായിരുന്നു. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതേപോലെയുള്ള കുറച്ചുകൂടെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇനിയും പുറകെ വരുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.